നമ്മൾ ഈ വഴക്ക് പറയുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ആ മൂമെൻറ്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കൂടുതലും വഴക്ക് പറഞ്ഞിട്ടുള്ളതാണോ കൂടുതലുള്ളത്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണോ കൂടുതലുള്ളത്? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്നിട്ട് വീട്ടിൽ ഭയങ്കര ബഹളം, അവൻ ഐഫോൺ വേണം. രാവിലെ ഞാൻ പിള്ളേരോട് പറഞ്ഞു ഐഫോൺ വേണം. വീട്ടിൽ ഭയങ്കര ബഹളം. അപ്പനോട് പറയാം, തനിക്കെടുത്ത് തരാൻ പറ്റുമെങ്കിൽ താൻ എടുത്ത് താ. എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സെൻറ്ററിൻ്റെ ബാക്കിൽ അവിടെ ആയിട്ട് കുറച്ച് വെള്ളപ്പൂവുള്ള ചെറിയ ചെടി വളർത്തിയിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് അവനോട് പറഞ്ഞു അവിടത്തെ പോയി കുറച്ച് പൂവ് പറിച്ചുകൊണ്ട് വരാം. ഇവനൊരു 50 എണ്ണം പറിച്ചിട്ട് എന്നോട് പറഞ്ഞു ഭയങ്കര വെയിലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അപ്പൻ എന്താ ജോലി? അപ്പം കല്ലുപണിക്കൊക്കെ പോകണം. ഞാൻ പറഞ്ഞാടാ, നീ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ വാടിപ്പോയെങ്കിൽ നിനക്ക് ഈ ഐഫോൺ മേടിച്ച് തരണമെങ്കിൽ അപ്പൻ എത്ര ദിവസം നിന്ന് വാടണമെന്ന് ചോദിച്ചു. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു സാർ ഐഫോൺ വേണ്ടെന്ന് പറഞ്ഞു. അവനെ മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ എങ്ങനെ അവനെ വളർത്തുന്നതെന്നുള്ളത്. ഇതിനെയാണ് ക്വാളിറ്റി ടൈം നമുക്ക് കൊടുക്കേണ്ടത്. ഈ അപ്പന്മാരുടെയൊക്കെ ഒരു ഇതുണ്ട്, ഒരു സങ്കടവും ഇങ്ങനെ പറയാതെ എല്ലാം അച്ഛന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ഏതാണ്ട് ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞ് ഇത് തലയൊക്കെ ചുമ്മിക്കൊള്ളു, ചുമ്മാതെ കേട്ടോ. ആരോടും പറയത്തില്ല, ഒരു സങ്കടവും പറയത്തില്ല. പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് പറയണം, എടാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യമൊക്കെ മോശമായിട്ട് വരിക, നിങ്ങൾ നല്ലപോലെ പഠിച്ച് എങ്ങനെ പഠിക്കണം ഇത് മാത്രം നമ്മൾ അവർക്ക് എങ്ങനല്ല എന്തിന് പഠിക്കണമെന്നുള്ളതുകൂടെ വേണം. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ചൊന്നും ചിരിക്കത്ത് പോലും ഇല്ലല്ലേ. എന്നുള്ളൊരു അപ്പനോട് ചോദിച്ചു, ഈ പിള്ളേരുടെ മുന്നിൽ എന്നാ ചിരിക്കാത്തതെന്ന് ചോദിച്ചു. പുള്ളി പറയാ ചിരിച്ചാൽ അവർക്ക് എന്നോടുള്ള ബഹുമാനം പോവും. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം ബഹുമാനം ഉണ്ടോ?